ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള പട്ടുപാവാടയുടെ ഡിസൈൻ കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാനിതുപോലെ ഓൺലൈനിൽ ഇങ്ങനെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ, കുട്ടികളുടെ പട്ടുപാവാട. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ബീഡ്സും അതൊക്കെ വെച്ചിട്ട് സീക്വൻസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 10-11 വയസ്സിലെ കുട്ടികളുടെ അതാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ബ്ലൗസിനുള്ള ടോപ്പിനുള്ള മെറ്റീരിയലാണ്. ഇതൊരു ഗ്ലൈസിങ് ആയിട്ട് വരുന്ന ഒരു തരം മെറ്റീരിയലാണ്. പിന്നെ ഇതാ ഈ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ ഒട്ടിക്കുന്ന ബീഡ്സാണ് കേട്ടോ. പിന്നെ ഇതാ ഈ സീക്വൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, വളരെ സ്മോൾ ബീഡാണ്. പിന്നെ ഇത് കട്ട് ബീഡാണ് കേട്ടോ, ഗോൾഡൻ കളറിൽ വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ പീസുകളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൈയിൻ്റെ പീസാണ് കേട്ടോ, നമ്മളുടെ കൈയിൻ്റെ പീസാണ്. ഈ കൈയിൻ്റെ പീസ് വരുന്നത് മുകളിലോട്ട് പഫ് വെച്ചിട്ടും അതിന് ശേഷം പിന്നെ താഴെ ഭാഗത്തോട്ട് നമുക്ക് അതിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കും. പിന്നെ ഇവിടെയും കുറച്ച് അത് കണ്ടില്ലേ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടിഭാഗത്തുള്ള പീസാണിത് കേട്ടോ, നമ്മളുടെ കൈയിൻ്റെ അടിഭാഗത്ത് വരുന്ന പീസാണത്. അപ്പോൾ ഇതിലാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് ആദ്യം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ബീഡ്സ് ഒട്ടിക്കേണ്ട, അതിനാണ് ഞാനിങ്ങനെ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ബീഡ് എന്ന് പറയുന്നത് എല്ലാ തുണികൾക്കും കളറുകൾക്കും ഒക്കെ ഒരു മാച്ചിങ്ങായി വരുന്ന ഒരു ബീഡാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒട്ടിക്കുന്നതാണ്, ഗം വെച്ച് ഒട്ടിക്കുന്നതാണ്. ഇത് നമുക്ക് ത്രെഡ് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗമ്മ് നല്ല ഏത് ഗമ്മാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒട്ടിച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഒരു ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ലീഫ് പോലത്തെ ഒരു ബീഡാണ്. അപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഞാനിതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഈ ഗമ്മ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ഈ ഡോട്ടിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് കൈയിൻ്റെ അടിഭാഗത്ത് വരുന്ന പീസിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സ് ഇതുപോലെ അടിഭാഗത്ത് നിന്ന് നമ്മൾ കുത്തിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റെമ്മിൻ്റെ പോലെ ഒരു ഡിസൈൻ ചെയ്യാം കേട്ടോ, ഇതുപോലെ ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ഞാനിത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കട്ട് ബീഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്, ഇനി നമുക്കിതിൻ്റെ ആ ലീഫിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ചെറിയ ബീഡുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാത്തിലും കട്ട് ബീഡ്സ് വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്, കണ്ടില്ലേ. അതുപോലെ ഇത് രണ്ട് പീസിനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഇടയിലൂടെ ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ സീക്വൻസ് ഉണ്ടല്ലോ, ഈ സീക്വൻസ് നമ്മൾ ഓരോന്ന് അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നീഡിലെടുത്തിട്ട് ഓരോ ബീഡ്സും നമുക്കിങ്ങനെ ഓരോ പോയിന്റിൽ ഇങ്ങനെ കുത്തിയിറക്കി കൊടുക്കാം. ഇതുപോലെ എടുത്ത് താഴോട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്നും ഗമ്മ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ത്രെഡ് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചിലപ്പോൾ പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ അവർക്ക് കൊടുക്കുന്നതായതുകൊണ്ട് നമ്മളിതൊക്കെ ത്രെഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ത്രെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും പോരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഡോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ത്രെഡ് ഇതിങ്ങനെ ഡിസൈൻ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ഇതിലധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വളഞ്ഞ് ഷേപ്പിൽ വരണമായിട്ട് അതിൻ്റെ സ്റ്റെമ്മ്. അപ്പോൾ ഇതുപോലെ ഉണ്ട്. പിന്നെ അടിഭാഗത്ത് ഞാനിത് അതേപോലെ ഒരു 2 ലീഫ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചെയ്യുമ്പോഴാണ് അത് ഫിനിഷ് ആയത്. ഇതുപോലെ നമുക്ക് ടോപ്പിൻ്റെ ഇതുപോലെ പകുതി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഹാൻഡ് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ചെസ്റ്റിൻ്റെ പോർഷനിലും എല്ലാ കാര്യങ്ങളും ഫ്രണ്ട് പീസിൽ ഇതുപോലെ സെയിം ഡിസൈൻ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് ഇതുപോലെ ഫ്ലവറിൻ്റെ ഞാൻ ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതുപോലെ സ്റ്റെമ്മ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെമ്മിൻ്റെ ലീഫിൻ്റെ ഇടയിലൂടെ ചെറിയ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഇങ്ങനെ ലീഫ് നിൽക്കുന്ന തരത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്, കണ്ടല്ലേ.
ഫുള്ളായിട്ട് മൊത്തത്തിൽ നമ്മൾ ചെയ്യുക. നമ്മളുടെ ഈ എന്താ ആം ഹോളിൻ്റെ അവിടെ കുറച്ച് വിട്ടിട്ട് ചെയ്യണം എപ്പോഴും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ പറിച്ചെടുക്കേണ്ട ആയിട്ട് വരും കേട്ടോ, നമ്മൾ കൈ വെച്ച് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ചുകൂടെ നീക്കി വെച്ച് എപ്പോഴും ഡിസൈൻ ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതാ കണ്ടില്ലേ, ഇതാണ് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡ് വരുന്നത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഡിസൈൻ ചെയ്യാം, നമ്മൾ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊന്നായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ബൈ.